അത് അവരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഫോറൻസിക് വിധത്തിൽ എല്ലാ സമയത്തും തന്നെ എല്ലാവരും വന്നു. സമയത്ത് തന്നെ വന്ന് രാവിലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുമായിട്ട് ബന്ധമില്ലേ ചോദിക്കുന്ന ഭാഗമാണ് ഒരാൾ പോലും വരാൻ തയ്യാറായില്ല. അയൽവാസികൾക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ചെന്ന് തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടുകാരെ വിളിച്ചപ്പോഴത്തേനാണ് അവരിതറിയുന്നത്. വിളിച്ച് കേട്ടോണ്ടാണ് ഉയർന്നു വരുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടുകാരൊന്നും വിളിച്ചില്ല. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആരും വിളിച്ചില്ല. അപ്പൊ പിന്നെ അനീഷുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പോലീസ് വണ്ടി വരുന്നത് കണ്ടിട്ട് പോലീസ് വണ്ടിയുടെ പുറകിൽ ഇതെന്നാ ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിനു മുമ്പ് അങ്ങനെ ഒരു ഒച്ചയോ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ പോലീസ് വണ്ടി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പോലീസ് വണ്ടി വരാനുള്ള സാഹചര്യം എന്നാ ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നും കേട്ടില്ല. ഈ പോലീസ് വണ്ടി എങ്ങോട്ടാ പോണേന്ന് അറിഞ്ഞ നാട്ടുകാർ അങ്ങനെ പോലീസ് വണ്ടിയുടെ പുറകിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം. നാട്ടുകാർ അവിടെ ഒരു 2-3 വീട്ടിലുള്ള ആൾക്കാർ അറിയുന്നത് പോലും അപ്പോൾ അങ്ങനെയാ മരിച്ചതെന്നുള്ളതാണ്. ഇവിടെ വന്ന് മെമ്പറാണ് ആദ്യം വന്ന് മെമ്പറാണ് പോലീസിനെ വിളിച്ചതും എല്ലാ കാര്യത്തിനും മെമ്പറാണ് വന്ന് മെമ്പർ വന്ന് ബോഡി കണ്ടു. പിന്നെ നാട്ടുകാർക്ക് അങ്ങനെ അത് കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാർ 2-3 പേരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് ഞങ്ങളാരും ബോഡി കയറി കണ്ടില്ല. അപ്പോഴത്തേനും പോലീസുകാരത് മറച്ചു. പോലീസുകാർ വന്ന് വീട് പൂട്ടി സീൽ ചെയ്ത് കയറിന് വലിച്ച് ഒരാൾ കയറാത്ത ആക്കി. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്നു, ഒരാൾ പാറാവ് നിൽക്കുകയും ചെയ്തു. എന്നിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നതും. പിന്നെ എന്നിട്ട് മൊഴി കൊടുത്ത് അന്നേരം ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ അനീഷ് അവരൊന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ ഫോർമാലിറ്റിയിലേക്ക് വരിക. പിന്നെ ഇവിടുന്ന് ആരുമില്ല. പിന്നെ ഞാൻ അവിടുത്തെ DYFIയുടെ സംഘാടകർ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കുമ്പോൾ എന്നെ CIയും പോലീസുകാരും വിളിച്ചിട്ട് പറഞ്ഞു, പിൻസാ ഇതുപോലെ നാട്ടുകാരും വരുന്നില്ല, ഒന്ന് സഹായിക്കാൻ വരുന്നില്ല. അപ്പം ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അറിയാമല്ലോ, ആരും സഹായിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു കൂടി, ശരത് കുമാർ. ശരത്തിനോട് പറഞ്ഞു നമ്മുടെ പ്രവർത്തകരുമായിട്ട് നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട. അതായത് അവരുടെ വീടിന്റെ മുറ്റത്തോ കൂടെ പോകുമ്പോൾ പോലും അവരുൾപ്പെടെ ചീത്ത വിളിച്ചു പോകുന്നയാളാണ് ഈ പറഞ്ഞ ആള്, ഈ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവ്. അപ്പം സ്വാഭാവികം. പക്ഷെ അവരാ പ്രസ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അവരങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ ഒരു 5-6 ചെറുപ്പക്കാർ അവിടെ ഓടിയെത്തി. പിന്നെ അവര് അത് സഹായിച്ചു. ഏറ്റവും ഒടുവിൽ 12:30 നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ് എഴുത്തുകൂത്തെല്ലാം തീർന്നു. പിന്നെ ഒരു 1:30 മണിയായി. അവർ വെള്ളം പോലും കുടിക്കാതെ ഗ്ലൗസ് ഇട്ട് ശരീരത്തോട് നിന്ന് 1:30 ആയപ്പോഴാണ് അവർ പോലും ഒപ്പിട്ട് അവിടെ നിന്ന് പോയത്. നാട്ടുകാരും തന്നെ സഹകരിക്കും ഒന്നും തയ്യാറായില്ല. ഈ മനുഷ്യന് ഈ ഭാര്യയിൽ വല്ല സംശയരോഗമോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലീഗലി ആക്ടിവിറ്റീസ് ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് വലിയ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഭാര്യ കണ്ടുപിടിച്ചതിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു? എന്തെങ്കിലും സംശയം? അങ്ങനെ ഒരു ദിവസം 2 തവണ എൻ്റെ വഴിക്ക്